അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു. സ്പെഷ്യലിൽ നിന്ന് ഞാൻ വന്നിരിക്കുന്നത് ചോക്ലേറ്റ് ട്രസ്ലി ചീസ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എളുപ്പത്തിൽ നമ്മളെ വീട്ടിൽ വെച്ച് ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ട്രസ്ലി ചീസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കണ്ടേ. അപ്പം ഇതിൽ 3 ടൈപ്പ് മിൽക്ക് കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു നല്ല അടിപൊളി സംഭവം കേട്ടോ. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതിന് മുമ്പ് സ്പെഷ്യൽ കാണുന്ന എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. പിന്നെ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം 1/2 കപ്പ് മൈദ എടുത്തിരിക്കുകയാണ്. അപ്പോൾ 1/2 കപ്പ് മൈദ എടുത്തിട്ട് ഒരു അരിപ്പയിലിടുമ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു 2 ടേബിൾ സ്പൂണ് മൈദ മാറ്റി വെക്കുക. എന്നിട്ട് എന്താക്കണം, അതേ മെഷർമെൻറ്റിൽ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ആക്കണം. ഇത് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതേപോലെയാണ് ചെയ്യാൻ. എന്നിട്ട് എന്താക്കണം, 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. നമ്മുടെ എല്ലാ കേക്കിനും ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിനും ചെയ്യേണ്ടത്. ഇതിന് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ഇതിന് നമുക്ക് മാറ്റി വെക്കാം. ആദ്യം നമ്മുടെ ഈ ഒരു പണി ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്. പിന്നെ പഞ്ചസാരയൊക്കെ പൊടിച്ച് വെക്കുക. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ, പൊടിച്ച പഞ്ചസാര എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് 2 മുട്ട ഒരു പാത്രത്തിൽ, ബീറ്റ് ചെയ്യുന്ന ഒരു പാത്രത്തിൽ 2 മുട്ട ഉടച്ചിട്ടിട്ട് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര മെഷർ ചെയ്യുമ്പോൾ പൊടിച്ചിട്ട് തന്നെ പഞ്ചസാര മെഷർ ചെയ്യണം. എന്നിട്ട് അത് എന്താക്കുക, ഒന്ന് നന്നായിട്ട് മുട്ട അടിച്ചതിന് ശേഷം കുറച്ച് പഞ്ചസാര ഇടുക. അത് 2 തവണയായിട്ട് ഇടണം. 1/2 കപ്പ് പഞ്ചസാരയല്ലേ ഉള്ളൂ, അപ്പോൾ 2 തവണയായിട്ട് ഇടാനേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ 2 തവണയായിട്ട് കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ട് ഇതിനെ ബീറ്റ് ചെയ്യാൻ. അപ്പോൾ ബീറ്റ് ചെയ്തിട്ടൊരു റിബൺ പരുവം പോലെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനകത്ത് നമ്മുടെ ഓയിലും പിന്നെ മിൽക്കും കൂടെ മിക്സ് ആക്കണം. നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന പോലെ അതിൽ വേറൊരു വ്യത്യാസവും ഇല്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഞാൻ എന്താ ചേർത്തിരിക്കുന്നത് വെച്ചാൽ 2 ടേബിൾ സ്പൂണ് ഓയിലും 2 ടേബിൾ സ്പൂൺ മിൽക്കും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇതിനെ അടിച്ചിട്ട് മുട്ട റെഡിയാക്കി വെച്ച്. ഇനി ഇതിനകത്ത് നമ്മൾ എന്താക്കണം, ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കണം. അപ്പോൾ നമ്മൾ എഗ് ബീറ്റർ ഉപയോഗിക്കേണ്ട. അപ്പോൾ നന്നായിട്ട് പാലൊക്കെ ചേർത്ത് കുറച്ച് വാനില എസൻസും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഒരു മുട്ടയുടെ മണം പോകാൻ വേണ്ടിയിട്ട് നമുക്ക് വാനില എസൻസ് നല്ലതാണ് ചേർക്കുക. അപ്പോൾ നന്നായിട്ട് വാനില എസൻസ് ചേർത്തിട്ട് നന്നായിട്ട് അടിക്കണം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഇതിനകത്ത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തുമ്പോൾ ഒരിക്കലും നമ്മൾ ബീറ്ററിനെ കൊണ്ട് മിക്സ് ആക്കരുത്. ഒരു സ്പാറ്റിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതും ഞാൻ ഈ പറഞ്ഞതുപോലെ കുറച്ചിട്ടിട്ട് വേണം അതിനെ നമ്മൾ ഫോൾഡ് ആക്കിയിട്ട് എടുക്കാൻ. എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ടാകുമ്പോൾ അതത്ര ശരിയാവില്ല, നന്നാവില്ല കേക്ക്. അപ്പോൾ നല്ല മെല്ലെ അതിനെ ഫോൾഡ് ചെയ്യണം. ഞാനിത് വീഡിയോ സ്പീഡാക്കിയതുകൊണ്ടാണ് നിങ്ങൾ സ്പീഡായിട്ട് കാണുന്നത്. മെല്ലെ ഒന്ന് ഫോൾഡാക്കി എടുത്തിട്ട് നമ്മൾ ബട്ടറും പിന്നെ മൈദയും കൂടിയിട്ട് പരട്ടിയ 9 ഇഞ്ച് ട്രയലാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ബട്ടർ പേപ്പർ ഇട്ടിട്ട് നമുക്ക് ചെയ്യാം. അപ്പം അങ്ങനെ ഞാനിപ്പോൾ മൈദയും പിന്നെ ഓയിലും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ടുള്ള തടവിയ ഒരു 9 ഇഞ്ച് ട്രയൽ ഞാൻ ഈ മാവ് ഒഴിച്ചു. പ്രീ ഹീറ്റ് ചെയ്ത 150 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവൻ്റെ അകത്താണ് ഞാനിത് വെക്കുന്നത്, OTGയിൽ കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മളിതിനെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതിനൊന്ന് ടാപ്പ് ചെയ്യണം. കാരണം എയർ ബബിൾസ് എല്ലാം പോയി കഴിഞ്ഞാലാണ് കേക്ക് നന്നാൻ. എന്നിട്ട് ഞാനൊരു ടൂത്ത് പിക്സിനെ കൊണ്ട് മേലയിലൂടെ, ചില ആൾക്കാർ അതിനെ താഴോടെ ഇങ്ങനെ കറക്കും, വേണ്ട മേലയിലൂടെ ജസ്റ്റ് ഒന്ന് കറക്കി ഒന്ന് ടാപ്പ് ചെയ്ത് ഈ ഒരു 20 മിനിറ്റ് നമുക്കിതിനെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത ഓവനാണ് കേട്ടോ ഇത്. അപ്പോൾ ആ സമയത്തേക്ക് നമുക്ക് ഒരു ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 കപ്പ് ചൂടാക്കിയ പിന്നെ ഫ്രഷ് ക്രീമിൽ 1/2 കപ്പ് നമ്മുടെ ചോക്ലേറ്റ് നല്ലോണം ക്രേറ്റ് ചെയ്ത ചോക്ലേറ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതിനെ മിക്സ് ആക്കിയിട്ട് മെൽറ്റാക്കി എടുത്ത് എന്നിട്ട് അന്നേരം തന്നെ എന്ത് ചെയ്തു, 1 ടേബിൾ സ്പൂണ് ഞാൻ കൊക്കോ പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നല്ല പിന്നെ ചോക്ലേറ്റിൻ്റെ തരിതരിപ്പുണ്ടെങ്കിൽ ഒന്നും കൂടെ നിങ്ങൾക്ക് ഇതിനെ മെൽറ്റാക്കാം കേട്ടോ. ചൂടാക്കി കഴിഞ്ഞാൽ ഓവൻ്റെ മൈക്രോവേവിൽ മൈക്രോ ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം മെൽറ്റാവും. ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതിനെ തണിയാൻ വേണ്ടിയിട്ട് അരിച്ചിട്ട് തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച് ഞാൻ. അപ്പോഴത്തേക്ക് നമ്മുടെ കേക്ക് നല്ല അടിപൊളി സ്പോഞ്ച് കേക്ക് ഇവിടെ, നമ്മുടെ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ എടുക്കട്ടെ. ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് കേട്ടോ. നല്ല ചൂടുണ്ട്, നല്ലോണം ശ്രദ്ധിച്ചിട്ട് എടുക്കണം കേട്ടോ ഓവനിൻ്റെ ഉള്ളിലോട്ട് സാധനമൊക്കെ എടുക്കുമ്പോൾ. അപ്പോൾ നല്ല അടിപൊളി സോഫ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മിൽക്ക് 3 ടൈപ്പ് മിൽക്ക് ചേർക്കാം. അതിന് ആദ്യം സാധാരണ നമ്മുടെ പശുവിൻ്റെ പാലിലെ മിൽക്ക് അത് 1 കപ്പിന് 1/2 കപ്പ് കണ്ടൻസ് മിൽക്കും 1/2 കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക.
നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടല്ലോ അതിനൊരു 1/4 ഭാഗത്തോളം ഇതിൻ്റെ അകത്ത് ഒഴിക്കണം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ട്രസ്ലി ചീസ് ഉണ്ടാക്കുമ്പോൾ നമുക്കിതിൻ്റെ മിൽക്കും ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ആണല്ലോ വേണ്ടത്. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് അല്ല ഉണ്ടാക്കുന്നത്, സാധാരണ വനില ആണെങ്കിൽ ഈ ചോക്ലേറ്റ് അവോയ്ഡ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ 1/2 കപ്പ് പാല്, 1/2 കപ്പ് മിൽക്ക് കണ്ടൻസ് മിൽക്ക്, 1/2 കപ്പ് പിന്നെ ഫ്രഷ് ക്രീമാണ് ചേർത്തേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് തണിഞ്ഞ കേക്കിന് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം കേക്കിൻ്റെ മുകളിൽ ഒന്നിക്കൊരു ടൂത്ത് പിക്സ് അല്ലെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ട് നന്നായിട്ട് കുത്തിയിട്ട് അതിൻ്റെ മുകളിൽ വേണം നമ്മൾ പാലൊഴിക്കാൻ. ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാലൊഴിച്ചിട്ട് നന്നായിട്ട് കുതിർത്തി 1 മണിക്കൂർ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം മാത്രമായിട്ട് ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് പാല് മാറ്റി വെച്ചിട്ടുണ്ട്, ബാക്കി പാല് കംപ്ലീറ്റ് ഒഴിച്ചു. എന്നിട്ട് നമ്മൾ എന്തായാലും ഇതിനെ ഫ്രിഡ്ജിൽ മാറ്റി വെക്കുക. അപ്പോഴത്തേക്ക് നമുക്കിതിനൊന്ന് വിപ്പിംഗ് ക്രീം അടിച്ചിട്ട് നമുക്കിതിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീം 1/2 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് വിപ്പിംഗ് ക്രീം നന്നായിട്ട് അടിച്ചതിന് ശേഷം നല്ലോണം വിപ്പായതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ അകത്ത് കുറച്ച് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടല്ലോ അതൊഴിച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കുക. കാരണം ചോക്ലേറ്റിൻ്റെ ആ ഒരു കളറാണല്ലോ വേണ്ടത്. അപ്പോൾ അത് കുറച്ചൊന്ന് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തിട്ട് പിന്നെ ഒരു പേപ്പർ ബാഗിൽ ഒഴിച്ചിട്ട് നമ്മളിതിൽ ഈ കേക്കിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ഇതിനെ ഈ ഫ്ലവർ ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ അഥവാ ഇത് ചോക്ലേറ്റ് അല്ല ഉണ്ടാക്കുന്നത്, വാനില ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതേ സെയിം ഇൻഗ്രീഡിയൻസ് തന്നെ, പക്ഷേങ്കിൽ ഇതിൻ്റെ അകത്ത് ചോക്ലേറ്റ് ഇടാണ്ട് നമ്മൾ ഈ ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടാക്കാതെ ഇതേ സംഭവത്തിൽ തന്നെ വൈറ്റ് നമ്മൾ സാധാരണ സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുക. അതിൽ നമ്മൾ ഈ 2 സ്പൂണ് പിന്നെ കൊക്കോ പൗഡർ ഇടുന്നതിന് പകരം ആ 2 സ്പൂണ് കൊക്കോ പൗഡറൊന്നും ഇടാതെ ആ 1/2 കപ്പ് മൈദ തന്നെ മതി. അപ്പം ആ മൈദ ഫുൾ മൈദയാണെങ്കിൽ നമുക്ക് സ്പോഞ്ച് കേക്ക് വൈറ്റ് വാനില സ്പോഞ്ച് കേക്കായി, ചോക്ലേറ്റ് ഇടുമ്പോൾ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കായി. അത്ര ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. നമുക്കങ്ങനെ വിപ്പിംഗ് ക്രീം നമ്മൾ അടിച്ച് പിന്നെ നല്ല നോസിൽ വലിയ ഫ്ലവറിൻ്റെ നോസിൽ ഇട്ടിട്ട് ഞാനിത് കംപ്ലീറ്റ് കേക്ക് ഇതിനെ കവർ ചെയ്യുകയാണ് കേട്ടോ. ഇത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, ചെറിയ ചെറിയ ഡോട്ട്സ് ഇട്ടാൽ മതി. അപ്പം നമ്മുടെ ഇത് ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര റിച്ചായിട്ടാണ്. കാരണം ആ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റും ആ ഒരു സോഫ്റ്റും ആ പാല് കംപ്ലീറ്റ് ഈ കേക്ക് കുടിച്ചിട്ടൊരു വല്ലാത്തൊരു ടേസ്റ്റായിട്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്ര ടേസ്റ്റ് ആയിട്ട് ഇത് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക. പിന്നെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് റോസ് പെറ്റൽസ് ഇട്ടിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ചോക്ലേറ്റിൻ്റെ ഡിപ്പ് ചെയ്യുക, ചെറുങ്ങനെ ഡോട്ട്സ് പോലെ ഇട്ട് കൊടുക്കാം. അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എന്താ വേണ്ടുന്ന പോലെ ചെയ്യുക. അപ്പോൾ ഞാൻ കുറച്ച് ഇതിൻ്റെ മേലിൽ വെറും പിന്നെ റോസ് പെറ്റൽസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് നന്നായിട്ട്, ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നന്നായിട്ട് ഇത് തണുക്കണം, തണുത്തിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ. അപ്പോൾ നല്ല 1 മണിക്കൂർ 2 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ നമുക്ക് സെർവ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് പിന്നെ മിൽക്കും ഒരുമിച്ചിട്ട് ഒഴിച്ചിട്ടിട്ട് നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് മിൽക്കിനെ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതേപോലെ സെർവ് ചെയ്തെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഞാൻ നല്ല റിച്ച് ലുക്ക് കണ്ടത് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് കുട്ടികൾക്ക്, ഇപ്പം കുട്ടികൾ വെറുതെ ഇരിക്കുകയല്ല, അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെയൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് പിന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മിൽക്കും കൂടെ ഉപയോഗിച്ചിട്ടാണ് ഞാനിത് കഴിക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർ ഇതേപോലെ നിങ്ങൾ ട്രസ്ലി ചീസ് നിങ്ങൾ ചോക്ലേറ്റ് വെച്ചിട്ട് ഉണ്ടാക്കുക, അല്ലാതെങ്കിൽ വനില മാത്രം ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.